ഈ വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ അദാനി വിൽക്കുമെന്നുള്ള വിവരം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കും നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം മാസായിരുന്നു, അദ്ദേഹം ഒന്നും അനുവദിച്ചിരുന്നില്ല. പിണറായി അദാനി ഇങ്ങനെ വിറപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അന്ന് പിണറായിയുടെ കാലത്ത് ദിവ്യ എസ് അയ്യർ ആയിരുന്നു MD ആയിരുന്നത്, ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിട്ടിരുന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിട്ടിരുന്നത് നമുക്കറിയാം. ദിവ്യ എസ് അയ്യർ ശബരിനാഥൻ്റെ ശബരിനാഥൻ മുൻ MLA തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലറുമായി ശബരിനാഥൻ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെ ഭാര്യയാണ്. പക്ഷേ പിണറായി വിജയനുമായിട്ടും CPM-ഉമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തിയ ദിവ്യ എസ് അയ്യർക്കെതിരെ എനിക്കറിയാം. ഇവർ പത്തനംതിട്ട കളക്ടറായിരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നു. ഇവർക്കെതിരെ ശക്തമായ സമരം. കാരണം ഇവർ CPM-ൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരം നടത്തി. മരിച്ചുപോയ MG കണ്ണൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനെ ശബരിനാഥൻ ഇടപെടുകയാണ്. ശബരിനാഥൻ ഇടപെട്ടിട്ടാണോ എങ്ങനെയോ ഈ സമരം അവിടെ അപ്രത്യക്ഷം. കോൺഗ്രസിലെ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് സമരം ചെയ്യരുതെന്ന് നിർദ്ദേശം വന്നിരിക്കും. ദിവ്യ എസ് അയ്യർ ശബരിയുടെ ഭാര്യയായതുകൊണ്ട് പക്ഷേ ഞങ്ങളൊന്നും പക്ഷെ നോക്കുന്നില്ല, ഞങ്ങൾ ഈ സമരം തുടരുമെന്ന്. പക്ഷേ ഇവർക്ക് ശക്തമായ താക്കീത് കൊടുത്ത് ഇവരെ സമരത്തിൽ നിന്ന് മാറ്റി. ആ സമയത്താണ് നമുക്കറിയാം ശബരിനാഥനും ഈ ദിവ്യ എസ് അയ്യർ പിണറായി വിജയനുമായിട്ട് ഭയങ്കര അദ്ദേഹത്തെ പോയി കാണുന്നത്. രാധാകൃഷ്ണനെ അഭിനന്ദിക്കുന്നുണ്ട്, KK രാകേഷിനെയൊക്കെ അവരിങ്ങനെ ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ നിൽക്കുക. ഇപ്പം പറയുന്നത് ഇപ്പം പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഒരു വീമ്പടി ആയിട്ട് മാത്രമേ നമ്മളതിനെ പതിവ് തള്ളു. ദിവ്യ എസ് അയ്യരെ നീക്കിയത് അദാനിക്ക് വേണ്ടിയാണ് ഇപ്പം മാറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആരവിടെ ഇരുന്നാൽ അവർക്കെന്താ? ഇപ്പം ദിവ്യ എസ് അയ്യരെ നീക്കണമെന്ന് കോൺഗ്രസിൽ നിന്ന് ആവശ്യം ഉയരും. അതെ, സ്വാഭാവികമായിട്ട് ഉയരും. കാരണം ഇവർ പിണറായി വിജയൻ്റെ ആളായിരുന്നു, അതുകൊണ്ട് ഇവരെ മാറ്റാൻ പറയാം. അങ്ങനെ അവരെ മാറ്റിയിരിക്കുന്നത്, അതായിരിക്കും മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഈ ദേശാമാനിയൊക്കെ പറയുന്നത് ഈ LDF സർക്കാർ ഇരുന്ന സമയത്ത് ദിവ്യ എസ് അയ്യർ ഈ അദാനിയുടെ നീക്കങ്ങൾക്ക്, അവരെ നല്ലാത്ത നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വന്നപ്പോൾ അവരെ മാറ്റാൻ ആവശ്യപ്പെട്ടു എന്നാണ് അദാനി. അപ്പോൾ മാസ് മറുപടിയായിരുന്നു പിണറായിയുടെ. അതായത് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കാര്യം ഞങ്ങൾ നോക്കും, നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ നോക്കിക്കോളൂ, അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഒഴിവാക്കി വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം MSC കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ ഓഹരിയിൽ 49% വാങ്ങി സെബിയുടെ അനുവാദത്തോടെയാണ് ഇത് വാങ്ങുകയും ചെയ്തത്. കൈമാറ്റം ഏതാണ്ട് പൂർത്തിയായി. പക്ഷേ അതിനെ ഏത് രീതിയിൽ ഈ കേരള സർക്കാർ നേരിടും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് പറയുന്നത് അദാനി മൊത്തത്തിൽ കേരള സർക്കാരിനെ ഹൈജാക്ക് ചെയ്തു എന്ന ആരോപണമാണ് പിണറായി വിജയനും കൂട്ടരും ഉന്നയിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. ഈ അദാനിയുടെ കേസ്, അദാനിക്ക് എങ്ങനെയാണ് ഈ വിഴിഞ്ഞം ടെൻഡർ കിട്ടുന്നത്? ആഗോള ടെൻഡർ വിളിച്ചിട്ടാണോ അദാനി എടുക്കുന്നത്? അല്ലല്ലോ, അദാനി ഏൽപ്പിച്ചു കൊടുക്കുക. അതെ. അപ്പോൾ ഈ അദാനിയുടെ കേസിനകത്ത് അദാനിക്ക് ടെൻഡർ കിട്ടിയതിനെക്കുറിച്ചും അല്ലാത്തതിനെക്കുറിച്ചും ഒക്കെ അന്വേഷണം വന്നൊരു കമ്മീഷനെ വെച്ചാണ്. കടൽ കൊള്ള എന്നായിരുന്നു ഈ കമ്മീഷൻ വെച്ചല്ലോ, ഈ അന്വേഷണത്തിന് കമ്മീഷനെ വെച്ചു. ഈ കമ്മീഷൻ എന്ത് ചെയ്യും? കമ്മീഷൻ ഏതുവഴി പോയി? അക്കാലത്ത് ആര് പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് ഏത് അന്വേഷണ കമ്മീഷൻ വെച്ചാലും CN രാമേന്ദ്രൻ. അതെ, പക്ഷെ അദ്ദേഹത്തിനെതിരെ കേസ് വന്നു, FIR വന്നു, ഒരു തട്ടിപ്പ് കേസ്. ആ തട്ടിപ്പ് കേസ് ഏതായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. പണം വെച്ചാണ് ഇത് നടത്തിയെന്നുള്ളത്. അതെ, ഒരു തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തിനെതിരെ FIR വന്നു. ഉടനെ ഇവിടുത്തെ കോടതികളെല്ലാം കൂടെ സടകുടഞ്ഞ് നീറ്റ് അദ്ദേഹത്തിനെതിരെ FIR ഇട്ടെന്നും പറഞ്ഞ് വലിയ ബഹളം. FIR ഇട്ടവരെ തൂക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കഥകൾ ഇതിന് പിന്നിലുണ്ട്. പക്ഷേ ഈ പറയുന്ന MSC കമ്പനിക്ക് ഇവർ ഓഹരി വിൽക്കുമെന്നുള്ളത് പിണറായി വിജയൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ നീക്കമാണ്. പിണറായി വിജയന് ഇത് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ ഇദ്ദേഹം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോർട്ടിൻ്റെ ഉടമസ്ഥത പിന്നെ പോർട്ടിൻ്റെ ചുമതലയുള്ള ആൾക്കോ ഒന്നും ഈ വിവരം കൈമാറിയില്ല എന്നുള്ളതാണ്. അത് ദിവ്യ എസ് അയ്യർക്ക് ശേഷം ജൂനിയർ ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ചു പോർട്ടിൽ എന്നാണ് പറയുന്നത്. അതിൽ കാര്യമില്ല. ഓരോ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് വയ്ക്കുന്നത്. അതിൽ CPM-മാർ ഭരിക്കുന്ന സമയത്ത് അവരെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ കോൺഗ്രസ് KPCP ചോദിച്ചിട്ടാണ് ആളെ നിയമിക്കാറുള്ളത്. അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അവർക്ക് അനുയോജ്യരാന്ന് തോന്നുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും ഇഷ്ടമല്ലാത്തവരെ.
ഇതാണ് അവരുടെ രീതി. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ വിവരം സർക്കാരിന് കൈമാറാനും? ഇപ്പം ദേശാഭിമാനി വന്ന് വീണിരിക്കുന്നത് ദിവ്യ എസ് അയ്യരുടെ പേര് പറഞ്ഞ് വന്ന് വീണിരിക്കുന്നു. കാരണം അതിനകത്ത് അന്ന് അവർ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് മറ്റൊരു ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പിണറായി വിജയന്റെ കാലത്ത് ഒരുപക്ഷെ പിണറായി വിജയനായിരിക്കും പറഞ്ഞ ഓഹരി വിറ്റോളാം. അത്രേ ഉള്ളൂ. വാങ്ങിച്ചും കാണും. ഓഹരി വിറ്റോളാം. ആ കമ്പനി ആ സർക്കാരായിരിക്കും തീരുമാനം എടുത്തതും ഈ ദിവ്യ എസ് അയ്യർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഇനി ഇത് അന്വേഷിച്ച് ഇപ്പം സതീശൻ എങ്ങാണോ ഇത് പൊക്കിയെടുത്ത് നിയമസഭയെ കൊണ്ടുവന്ന് വെക്കുമോ എന്ന് ഭയന്നിട്ടാണ് മുൻകൂർ ജാമ്യമായിരിക്കാനാണ് സാധ്യത. ഇപ്പോഴേ ഇങ്ങനെ ദിവ്യ എസ് അയ്യരെ നീക്കിയ പോർട്ടിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തതെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ആരുമല്ല, മറ്റു പത്രങ്ങളൊന്നും തന്നെയല്ല, ദേശാഭിമാനിയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം വിഴിഞ്ഞം കരാർ വ്യവസ്ഥയിൽ അദാനി കമ്പനി മാറ്റത്തിന് ശ്രമിച്ചപ്പോഴെല്ലാം ദിവ്യ എസ് അയ്യർ തടഞ്ഞു. വ്യതിയാനം ഉണ്ടായപ്പോൾ തടഞ്ഞു രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് മാറ്റാൻ സമ്മർദ്ദം ഉണ്ടായത്. ഇവർ കുമ്പസാരമാണ്. ദിവ്യ എസ് അയ്യരെ മാറ്റാൻ അദാനി കമ്പനി ശ്രമിച്ചു എന്നുള്ള ഒരു കുമ്പസാരം അവരിപ്പോൾ നടത്തുകയാണ്. എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ള അവർക്ക് തന്നെ അറിഞ്ഞൂടാത്ത അവസ്ഥ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല വാർത്തകളും കണ്ടതാണല്ലോ. അതിൻ്റെ വേറെ പതിപ്പാണ്. വിദേശ കമ്പനി വരുമെന്ന് പറയുമ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ ആൾ അടുത്ത ദിവസം ട്യൂൺ മാറ്റി പിടിച്ചില്ലേ? അതെ, അത് പറഞ്ഞ ദേശാഭിമാനി പിറ്റേന്ന് അബദ്ധം പറ്റിപ്പോയില്ലയോ, അവർക്ക് അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ഇവരിപ്പോൾ ഉന്നയിക്കുന്ന സതീശൻ്റെ മംഗളൂരു യാത്രയും അദാനിയുടെ പിന്നെ അദാനിക്ക് കടൽ തീരം തീരെഴുതി എന്നുള്ള ആരോപണങ്ങളും ഒക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടും ആ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി, അതിൻ്റെ പണി കിട്ടാൻ വേണ്ടി ഇത് നല്ല പോലെ സർക്കാരുകളല്ല അയാളുടെ കൂടെ വന്നിട്ട്. അത്രേ ഉള്ളൂ. അതിപ്പോൾ പിണറായി വിജയൻ അത്ര പരിശുദ്ധനൊന്നും അല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഴുവൻ പരിപാടിയും സ്പോൺസർ ചെയ്യാൻ അദാനിയാണ് പിടിച്ചിരുന്നത്, അവസാനം അയ്യപ്പ സംഗമത്തിൽ പോലും. അപ്പോൾ നമുക്കതെല്ലാം അറിയാം, അവരെ പരമാവധി അവരെ പിഴിഞ്ഞെടുത്തു. എന്നതിന് ശേഷം ഇപ്പോൾ അവരെ ന്യായം പറയാണ്. ഈ ഇതുപോലെ ദിവസം ചെന്ന് അയാളിൽ നിന്ന് സംഭാവന ചോദിക്കുക വരുന്ന ഒരുത്തൻ അങ്ങോട്ട് പറയുമോ, നിങ്ങളെ കാര്യം നോക്കുക, ഞങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക. കാരണം അയാളുടെ ആർജവം അയാൾക്ക് ഉണ്ടാകുമോ? ഒന്നാമത് പേടിത്തൊണ്ടൻ. ഇത് നേതാക്കന്മാരൊക്കെ വ്യക്തിപരമായും അല്ലാതെയും ഇത് വാങ്ങി എടുത്തിട്ടുണ്ടെന്നാണ് സൂചന. ഇവരെല്ലാം പോക്കറ്റിലിട്ടുണ്ട്. അദാനിയെ കൊണ്ടൊരു ആവശ്യമുണ്ട്, ഒരാൾ ചെന്ന് കാണുകയാണ്, പിന്നെ ഞങ്ങളുടെ സഹാക്കന്മാരുടെ മക്കൾക്ക് ഒരു ജോലി, അങ്ങനെയൊക്കെ ചെന്ന് കാണുന്നത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സഹാക്കന്മാരെല്ലാ മക്കൾക്ക് അദാനി ഗ്രൂപ്പിൽ ജോലി കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ പദവിയായിരിക്കും. വിദ്യാഭ്യാസം വിവരമില്ലാത്തവനെ വല്ല വൈസ് പ്രസിഡൻ്റാ അതുപോലത്തേക്ക് ഉന്നത പദവിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അത് അന്വേഷിക്കേണ്ടി വരും. പിന്നെ അദാനി കുറച്ചുകൂടെ പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മിനിമം വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ആയിരിക്കും നിയമിച്ചിട്ടുള്ളത്. പല ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളുടെ നിയമനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും. സർക്കാരിലൊക്കെ എത്രയോ പേരെ മക്കൾ ഇപ്പോഴും വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ തള്ളൊക്കെ ഇനിയിപ്പോൾ ഈ തോറ്റ് കിടക്കുന്നതിൻ്റെ തള്ള് ആള് വിശ്വസിക്കില്ല. ജനത്തിന് ഇവരെ മടുത്ത് അങ്ങ് അടിച്ച് ഓടിച്ചാണ്. പിന്നെ ഈ വിശദീകരണം കൊണ്ടുവന്നിട്ട് അവർക്ക് വേറെ വഴിയില്ല. അവിടെ ഇരിക്കുന്നവർക്കും ഞങ്ങൾ എന്നെ വെളുപ്പിക്കുമെന്ന് പറയുമ്പോൾ അവരെ വെളുപ്പിക്കാൻ വാർത്ത തയ്യാറാക്കും. അത്രയേ ഉള്ളൂ. ഇന്നീ ദിവസങ്ങളിൽ വാർത്തകൾ വരുമായിരിക്കും. പിണറായിയുടെ മാസ് എൻട്രിയെക്കുറിച്ചുള്ള ഓരോ തലത്തിലും അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളും അതിനെ അദ്ദേഹം എങ്ങനെ അടിച്ച് നിരപ്പാക്കി മുന്നോട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നും വരും. പക്ഷേ ഇതൊന്നും ഈ നാട്ടിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അല്ല, കോൺഗ്രസ് നേതാവായിട്ടുള്ള ശബരിനാഥന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് വക്കാലത്തുമായിട്ട് ഇവർ രംഗത്തുള്ളതെന്നാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം. കാരണം ഏതൊക്കെ വിധത്തിൽ നോക്കിയാലും ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് ചുമതലയെന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റാതിരിക്കാൻ വേണമെങ്കിൽ ശബരിനാഥൻ വിചാരിച്ചാൽ നടക്കും. അതെ. പക്ഷേ അവരെ മാറ്റിയതിന് പിന്നിൽ അതുപോലുള്ള കാരണങ്ങൾ കാണുമല്ലോ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവരെ CPM ബന്ധം കൊണ്ടായിരിക്കാം. ആ നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുണ്ടല്ലോ. അതെ. മാത്രമല്ല ഇത് ശബരിനാഥൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ കോൺഗ്രസ് പാർട്ടികളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനൊക്കെ തന്നെ തകരാറ് സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ സാധാരണ ഈ ഉദ്യോഗസ്ഥയാണെങ്കിലും അവർ ഇടതുപക്ഷത്തിന് നിരന്തരമായി വാദിച്ചിരുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിലെ കാര്യം തന്നെ പറഞ്ഞില്ല, അവരൊക്കെ സമരം നടത്തിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സ്വാഭാവികമായി പാർട്ടിക്കുള്ളിൽ ശബരിനാഥൻ നല്ല മിടുക്കനായ യുവ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് എതിരെ ഒരു നീക്കത്തിന് ആക്കം കൂട്ടിക്കാണെന്നുള്ള ഉറപ്പാണല്ലോ. എന്താണെങ്കിലും വിഴിഞ്ഞത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലേ എല്ലാവരും കൂടി അദാനിയെ ഇവിടെ കൊണ്ടുവന്നു. അദാനി ഇപ്പോൾ അയാളുടെ ആവശ്യമുള്ള അജണ്ടകൾ നടപ്പാക്കുന്നു. അപ്പോൾ വേറെ ആൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യം ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം അറിയാം എന്താ ഇവിടെ സംഭവം.